ഹായ് ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ വാസ്ലിൻ്റെ ഈ ഒരു ലോഷനെ കുറിച്ചുള്ള എൻ്റെ ജെനുവിൻ റിവ്യൂ ആണ് ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞു തരുന്നത്. അതേപോലെ ഇതിനെക്കുറിച്ചുള്ള കുറച്ച് ഡൗട്ട് ആൾക്കാർക്ക് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചും കൂടിയുള്ള എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വാസ്ലിൻ്റെ ഗ്ലൂട്ടാ ഹയ ഡ്യൂയി റേഡിയൻറ്റ് സിറമിൻ ലോഷൻ ഇതാണ്. അപ്പോൾ ആദ്യം ഈ ഒരു പ്രൊഡക്റ്റ് എന്താണെന്ന് നമുക്ക് പറയാം. എന്നിട്ട് നെക്സ്റ്റ് ഞാൻ ഇതിൻ്റെ എക്സ്പീരിയൻസും ഡൗട്ട്സൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. നെക്സ്റ്റ് എന്താണ് ഗ്ലൂട്ടാതയോൺ എന്ന് നോക്കാം. ഇതൊരു നാച്ചുറൽ സ്കിൻ ബ്രൈറ്റനിങ് ഏജൻ്റ് ആണ്. അതേപോലെ ആൻറ്റി ഓക്സിഡൻറ്റ് കൂടിയാണ്. ഓൾറെഡി നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഗ്ലൂട്ടാതയോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ബോഡിയുടെ സെൽസിനെ നശിപ്പിക്കുന്ന ഫ്രീ റാഡിക്കലുകളെ അതേപോലെ തന്നെ മോളിക്യൂൾസ് ഇതിനെയൊക്കെ ഇല്ലാതാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിനെ ഗ്ലോ ചെയ്യാനായിട്ടും നല്ല ഹെൽത്തി ആയിട്ട് സ്കിന്നിനെ കൊണ്ടുപോകാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഗ്ലൂട്ടാതയോൺ എന്ന് പറയുന്നത്. അതേപോലെ ഇതിൽ ആണ് ഹൈലറോണിക് ആസിഡ്. സോ നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചർ ചെയ്ത് ലോക്ക് ചെയ്യാനും നല്ല ഡ്യൂയി ആൻഡ് ഗ്ലോയി സ്കിന്ന് കൊണ്ടുവരാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നയാസിനമൈഡ് എന്ന് പറയുന്നത്. ഇത് സ്കിന്നിനെ നാച്ചുറൽ റേഡിയൻസിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതേപോലെ നമ്മുടെ സ്കിന്നിനെ ബ്ലെമിഷസ് എല്ലാം കുറക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇത് 10 times മോർ പവർഫുൾ ദാൻ വിറ്റമിൻ സി എന്നാണ് ഇവർ പറയുന്നത്. പിന്നെ ഇത് വളരെ സൂപ്പർ ലൈറ്റ് ടെക്സ്ചർ കൂടിയാണ്. ഇനി ഞാൻ എൻ്റെ ഒപ്പീനിയനിലേക്ക് പറയാൻ പോവാണ്. ഞാനും ഒരുപാട് റിവ്യൂസ് കണ്ടിട്ട് മേടിച്ചൊരു പ്രൊഡക്റ്റാണത്. ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവരും പ്രൊമോഷൻ ടൈപ്പ് പറയുന്നതെങ്കിലും അതിൽ കമൻറ്റ്സ് ചെയ്യുന്നവരെല്ലാം എനിക്ക് തോന്നുന്നു ജെനുവൻ ആയിട്ടാണ് അവർ കമൻറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ കുറേ കമൻസിൽ പോസിറ്റീവ് കണ്ടപ്പോഴാണ് ഞാൻ മേടിക്കാനായിട്ട് ഡിസൈഡ് ആക്കിയത്. എനിക്ക് തോന്നുന്നത് സൺ ടാൻ ഒക്കെ നല്ലോണം ബോഡിയിലുള്ളവർക്ക് ഇത് ഒരു ഹെൽപ്പായിരിക്കും ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് തോന്നുന്നു. പിന്നെ നല്ല ഒരു ഫ്രഷ് ഫീൽ ആൻഡ് സ്മെല്ലാണ് ഇതിനുള്ളത്. ഒരിക്കലും ഒരു ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള സ്മെല്ലല്ല ഇതിനുള്ളത്. ഫ്രാഗ്രൻസ് ഉണ്ട്, പക്ഷേ മൈൽഡ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണുള്ളത്. പിന്നെ ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ആകുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് പെട്ടെന്ന് ബ്ലെൻഡ് ആയിട്ട് നമുക്കിതിലൊരു ഗ്ലോ കാണാനായിട്ട് പറ്റും. നമ്മുടെ ബോഡിയിൽ അപ്ലൈ ചെയ്യുമ്പോഴായാലും പെട്ടെന്ന് നല്ലൊരു ഗ്ലോ ആണ് ഇതിന് കിട്ടുന്നത്. അതേപോലെ തന്നെ നല്ലൊരു സ്മെല്ലായതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഇടാനായിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. എനിക്ക് നല്ലൊരു സ്കിന്നെ ഗ്ലോ ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട് നമ്മുടെ ബോഡിയിലത്തൊക്കെ. പിന്നെ നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ മാച്ച് ചെയ്യുന്നത് അത് മേടിക്കാനായിട്ട് നോക്കുക. ഇത് 3 റേഡിയൻസ് ഉണ്ട്. ഒന്ന് ഗ്ലൂട്ടാ ഹയ ഫ്ലോലെസ് ഗ്ലോ ഗോൾഡ് കളറിലുള്ളതാണ്. പിന്നെ ഗ്ലൂട്ടാ ഹയ ഓവർനൈറ്റ് റേഡിയൻസ് എന്ന് പറയുന്നത് ഒരു ബ്ലൂ കളറിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടബിൾ എന്ന് തോന്നുന്നത് അത് മേടിക്കാനായിട്ട് നോക്കുക. നെക്സ്റ്റ് എല്ലാവരും ചോദിക്കുന്നത് പോലെ മുഖത്ത് തേക്കാനായിട്ട് ഇത് പറ്റുമോ എന്നുള്ള ക്വസ്റ്റ്യനുള്ള ആൻസറാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് ആണ്. കാരണം ഇതിൽ മീത്തൈൽ പാരബൻ ഉണ്ട്. പാരബൻ എന്ന് പറയുന്നത് തന്നെ പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഏതൊരു പ്രൊഡക്റ്റിനായാലും അത് ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കണം എന്നാണ്. അപ്പോൾ അത് ലോങ് ലാസ്റ്റ് ചെയ്ത് കിട്ടാനായിട്ട് ഇത് ഇൻഗ്രീഡിയൻ്റ് ആക്കിയിട്ട് ഇവർ കൊടുത്തിട്ടുള്ളത്. സോ ഇത് ബാഡ് ആണെന്ന് പറയുന്നില്ല, ഗുഡ് ആണെന്ന് പറയുന്നില്ല. കാരണം ഇത് ഒരു മൈൽഡായിട്ട് യൂസ് ചെയ്യുമ്പോൾ പ്രോബ്ലംസ് ഉണ്ടാവില്ല, പക്ഷേ ഓവർ ആകുമ്പോഴാണ് ഇത് പ്രശ്നം വരുന്നത്. അപ്പോൾ പാരബൻ ഉള്ള പ്രൊഡക്ട്സിൻ്റെ റിയാക്ഷൻ എന്ന് പറയുന്നത് സ്കിൻ ഇറിറ്റേറ്റ് ചെയ്യുക, അതേപോലെ അലർജി ഇതൊക്കെ വരുന്നതാണ്. സെൻസിറ്റീവ് സ്കിന്നുള്ളവരാണെങ്കിൽ ഒട്ടും ട്രൈ ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാ പ്രൊഡക്ട്സിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും നെഗറ്റീവായിട്ട്. ബട്ട് ഇതിൽ ഇൻഗ്രീഡിയൻസിൽ പാരബൻ എന്ന് കാണിച്ചതുകൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ കൂടുതൽ പേടിക്കാനായിട്ടില്ല. ഇനി കൂടുതൽ മൈൻഡ് ചെയ്യാത്തവർക്കാണെങ്കിൽ ഇത് വെറീഡ് ആവേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് കണ്ടിന്യൂ ആക്കാം. മുഖത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ആക്കാം. എനിക്ക് തോന്നുന്നു മുഖത്ത് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ ഓയിലി സ്കിന്നുകാർക്കായിരിക്കും ഇത് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. ബാക്കി സ്കിന്നുകാർ ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്നില്ല. ഇനി ഇത് മേടിച്ചു പോയി എന്നുള്ളവർക്കാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു ബോട്ടിലൊന്നും യൂസ് ചെയ്ത് പാരബൻസിന് റിയാക്ഷൻ പ്രശ്നം അങ്ങനെ ഉണ്ടാകും എന്നുള്ള ഡൗട്ടൊന്നും വേണ്ട. പ്രശ്നം അങ്ങനെ ഉണ്ടാവില്ല. ഇനി എൻ്റെ കേസിലാണെങ്കിൽ ഞാൻ ഫേസിൽ ഇത് അപ്ലൈ ചെയ്യുന്നില്ല. ഞാൻ ഫേസിൽ മോയ്സ്ചറൈസർ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. അത് പോൺസിൻ്റെയാണ്. പക്ഷേ ഞാനിത് ബോഡിയിൽ മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയാണ് ഇതിൻ്റെ ഒപ്പീനിയൻ പറയാനുള്ളത്. ഇനി ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 325 ആണ് 200 ml. അപ്പോൾ എല്ലാ വെബ്സൈറ്റിലും ഇത് ഓഫറിന് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് പർപ്പിളിൽ 211 അവൈലബിൾ ആണ്. പിന്നെ നൈക്കയിൽ 276, ആമസോണിൽ 267, മിന്ത്രയിൽ 300,
ഫ്ലിപ്കാർട്ടിൽ 309. അപ്പോൾ ഞാൻ മേടിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നായിരുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു കംഫർട്ടബിളായ ആപ്പ് ഉണ്ടാവും, ആ ആപ്പിൽ നിന്ന് തന്നെ നിങ്ങൾ മേടിക്കാനോ എങ്ങനെയാണെന്ന് വെച്ച് പറയാം. ഞാനിത് ജസ്റ്റ് റേറ്റ് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് വേർത്തിട്ടാണ് നമ്മുടെ ബോഡിയിലേക്കാണെങ്കിൽ, അങ്ങനെ ഫേസിലേക്ക് യൂസ് ചെയ്യുന്നു എന്നുള്ളവർക്കാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തന്നുള്ളൂ. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻസിൽ പറയണം. അപ്പോൾ നിങ്ങൾ ഫേസിൽ ഉപയോഗിക്കുന്നുണ്ടോ, അതോ ബോഡിയിലും ഫേസിലും ഉപയോഗിക്കുന്നവരാണോ, അതോ ബോഡിയിൽ മാത്രമാണോ ഉപയോഗിക്കുന്നുള്ളവരൊക്കെ കമൻറ്റ് ചെയ്ത് പറയാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ടും മറക്കരുത്. ബൈ.